നമ്മൾക്ക് പുതിയ നിയമത്തിൽ കർത്താവ് തരുന്നത് കൃപയുടെ സമൃദ്ധിയാണ്. അപ്പോൾ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും കൃപയുടെ സമൃദ്ധി പ്രാപിച്ച് നിങ്ങളുടെ മുഖം സന്തോഷത്തോടെ തിളങ്ങുന്നത് കാണുമ്പോഴാണ് മറ്റുള്ള മുമ്പിൽ സാക്ഷ്യമാകുന്നത്. എന്നാൽ ഈ വിവരം അറിയാതെയാണ് ചിലപ്പോൾ നാം പ്രാർത്ഥിച്ചത്, കർത്താവേ, ഞാൻ നിന്റെ മകനായി തീർന്നല്ലോ, അതുകൊണ്ട് എൻ്റെ പട്ടിണിയെല്ലാം മാറ്റി എനിക്ക് നല്ല വീടൊക്കെ തന്ന് നന്നാൽ ഞാൻ നിന്നെ സാക്ഷ്യം. പ്രിയമുള്ളവരെ, ദൈവമക്കളെക്കാൾ എത്ര വലിയ ധനവാന്മാർ ഈ ഭൂമിയിലുണ്ട്. അമേരിക്കയിലായിരുന്നപ്പോൾ ഞാൻ കണ്ടു, ഒരാൾക്ക് 18 കാറുണ്ട്, റോൾസ് റോയ്സ്. അതിൻ്റെ റിമ്മ് ഗോൾഡ് കൊണ്ടാണ്, സ്വർണം കൊണ്ടാണ്. ഈ കാറിൻ്റെ ടയറിൻ്റെ റിമ്മ് ഞാൻ കണ്ടതാണ്. കാറിൻ്റെ ടയറിൻ്റെ റിമ്മേൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരൊന്നും ദൈവത്തെ പിൻപറ്റുന്നവരല്ല. 18 റോൾസ് റോയ്സ് കാറുണ്ട്. ദൈവത്തെ പിൻപറ്റുന്നവരല്ല. എത്ര പ്ലെയിൻ ഉള്ളവരുണ്ട്. അതുകൊണ്ട് ഭൗതിക നന്മകളിൽ കൊണ്ടല്ല നമ്മുടെ ദൈവം എന്ന് വെളിപ്പെടുത്തുന്നത്. നാം പ്രയാസങ്ങളിൽ കൂടെ പോകുമ്പോൾ, കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ, പട്ടിണിയിൽ കൂടെ പോകുമ്പോൾ, ഇല്ലായ്മയിൽ കൂടെ പോകുമ്പോൾ കൃപ ധാരാളമായി നമ്മുടെ മേൽ പകർന്ന് നമ്മുടെ സന്തോഷം കണ്ടിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്, ഇവൻ ഇത്രയും പ്രയാസം ഉണ്ടായിട്ട് അവനിതാ സന്തോഷത്തോടെ പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ എത്ര ഇല്ലായ്മ വന്നാലും കൃപ ധാരാളമായി ലഭിക്കും. കൃപയുടെ സമൃദ്ധി ലഭിച്ച് ആ സാഹചര്യത്തെ വാഴുന്നവരായി തീരണം. പട്ടിണിയെ വാഴുന്നവരായി തീരണം. രോഗത്തെ വാഴുന്നവരായി തീരണം. നിന്നെയും അപമാനത്തെയും വാഴുന്നവരായി തീരണം. അതിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തന്നത്. ആദിമകാലത്തുള്ള വിശുദ്ധന്മാരെല്ലാവരും അങ്ങനെയായിരുന്നു. എല്ലാ പ്രയാസങ്ങളും എല്ലാ കഷ്ടങ്ങളും വരുമ്പോൾ, അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണി അതിനെ കുപ്പ എന്നെണ്ണുന്നു, അതിനെ ചവറെന്നെണ്ണുന്നു, അതിനെ ചപ്പും ചവറുമെന്നെണ്ണുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവർ, ദൈവരാജ്യത്തിലുള്ളവർ, സ്വർഗരാജ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ കൃപ ധാരാളമായി പ്രാപിച്ച് അവരെല്ലാ സാഹചര്യത്തെയും വാഴുന്നവരായിരിക്കും. ഹല്ലേലൂയ. എല്ലാ സാഹചര്യം നമ്മൾക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൽ കൂടെ എന്നെ അനേകർ ഉപദ്രവം എനിക്ക് ആദ്യമേ അല്പമായി അടികളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയമുണ്ടായിരുന്നു, ആളുകൾ എന്നെ കൊല്ലാൻ വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും. ഞാൻ അപ്പോസ്തലനായ ആദ്യമേ സ്തിഫനോസിൻ്റെ കാര്യമെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, സ്തിഫനെ ആളുകൾ കല്ലെറിയുമായിരുന്നല്ലോ. കല്ലെറിയുമ്പോൾ സ്റ്റിഫൻ സന്തോഷത്തോടെ മുട്ടുകുത്തിയിട്ട്, ദൈവമേ, ഇവരുടെ പാപം ഇവരോട് നിർത്തരുതേ എന്ന് പറഞ്ഞല്ലോ, എന്നെ കല്ലെറിയരുതേ എന്ന് പറഞ്ഞല്ലോ കർത്താവേ. അപ്പോൾ എന്നെ എത്ര പേര് വന്ന് അടിച്ചാലും, എൻ്റെ മുഖത്തൂടെ ചോരയൊഴുകിയാലും, കർത്താവേ, അവരോട് അല്പം പോലും പ്രയാസം തോന്നാതെ സന്തോഷത്തോടെ അവരോടുവാനുള്ള ദൈവകൃപ എൻ്റെ മേൽ പകരണമേ എന്ന് ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് എനിക്ക് കൃപ തന്നു. എത്ര പ്രാവശ്യം എന്നെ അടിച്ചിട്ടുണ്ട് ആളുകൾ. ഒരിക്കൽ പോലും എന്നെ അടിക്കരുതേ എന്ന് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. അടിച്ച് മുഖത്തടിക്കുമ്പോൾ പെട്ടെന്ന് രക്തം ഇതൊക്കെയാകും. ആ രക്തം ഒഴുകുമ്പോഴും അയ്യോ എന്നെ അടിക്കരുതേ ഒരു പ്രാവശ്യം പോലും കരഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ഉദംപൂരിൽ നിന്ന് ദൂരെയുള്ള രാംനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷം അറിയിക്കുവാനായിപ്പോയി. രാംനഗർ എന്ന് പറയുന്ന സുവിശേഷം ഞാൻ അന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടറുടെ കൂടെ ചേർന്ന് എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തിട്ട് സഹായിച്ചിട്ട്, പിന്നെ ഡ്രൈവറുടെ അനുവാദം വാങ്ങി ആ ഡ്രൈവറുടെ പുറകിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ വായൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് പാട്ട് പാടി വചനം പ്രസംഗിക്കുമായിരുന്നു എല്ലാ വാഹനങ്ങളിലും. അതെനിക്കൊരു വലിയ സന്തോഷമായിരുന്നു. എല്ലായ്പ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഓരോ ബസ്സിലും നിന്നുകൊണ്ട് പ്രസംഗിക്കുക. ഞാൻ അങ്ങനെ അവിടുന്ന് രാംനഗറിൽ നിന്ന് ഉദംപൂരിലോട്ട് വരുന്ന ബസ്സിൽ കയറി കണ്ടക്ടറെ സഹായിച്ച് ടിക്കറ്റെല്ലാം കൊടുത്തിട്ട് പരമപിതാവിന് സ്തുതി പാടാമെന്നുള്ള പാട്ട് ഹിന്ദിയിൽ പാടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ജബ്സേ പ്യാര ഈശുവായ എന്നൊരു ഹിന്ദിയിലൊരു പാട്ടുണ്ട്, അതും പാടി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ പുറകിൽ കൂടെ വന്ന് എന്നെ ഇടിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കി, അദ്ദേഹം കൈ അങ്ങ് പിൻവലിച്ചു. അത് കഴിഞ്ഞ് അല്പം കൂടെ ബസ് മുൻപോട്ട് പോയപ്പോൾ വൈകിട്ട് 7 മണിയായി, സന്ധ്യയായാൽ തുടങ്ങിയ സൂര്യൻ അസ്തമിച്ച സമയമാണ്, ചുറ്റുപാടും വനമാണ്. അത് കഴിഞ്ഞ് അവരെന്നെ ബസ്സിൽ നിന്ന് അങ്ങ് ഇറക്കി.
വണ്ടിക്കൂലി ഞാൻ കൊടുത്തു, ബസ്സിൽ നിന്ന്. പിന്നെ എനിക്ക് 17 കിലോമീറ്റർ നടക്കണം. വേറൊരു ബസ് പിന്നെ ആ റൂട്ടിലില്ല, ആ ബസ് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് വനവുമുണ്ട്, വനത്തിൽ കൂടെയാണ്. ഉടനെ അവരെന്നെ തള്ളി അങ്ങ് ഇറക്കി, ഇവനെ വണ്ടിയെ കൊണ്ടുപോകരുത്. അപ്പോൾ ഇരുട്ടായിട്ടില്ല, പ്രകാശമുണ്ട്. അവരെന്നെ എല്ലാം ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടാറ്റ കൈ നോക്കി ഇങ്ങനെ ടാറ്റ പുഞ്ചിരിച്ചോണ്ട് ഇങ്ങനെ ടാറ്റ പറഞ്ഞവരോട് ടാറ്റ പറഞ്ഞിട്ട് അവരെ ബസ് കൊണ്ടുപോയി. അത് ഞാൻ നടന്ന് മുഴുവൻ ദൂരവും നടന്ന് ഞാൻ ഗഡിയിൽ വന്നു. 17 മൈൽ അന്ന് ഇടയ്ക്ക് കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ 2 മണിയോളം ആയപ്പോൾ ഞാൻ ഭവനത്തിൽ വന്നു ചേരുവാനിടയായി. നടന്ന് ക്ഷീണിച്ച് വരുവാനിടയായി. വളരെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതിലെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും അവിടെയായിരുന്നു എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. അതേ അക്കൗണ്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ബാങ്ക് മാനേജർ എഴുന്നേറ്റ് വെളിയിൽ വന്നു. ബാങ്ക് മാനേജർ എന്നെ കണ്ടെത്തി വന്നു, ഷമുൽ സാബ് പുതിയ മാനേജരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ പോകാം. ഇല്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, പുതിയ മാനേജർ വന്നിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ കാണിച്ചു തരാം. ഉടനെ പറഞ്ഞു എന്നാൽ ആട്ടെന്ന് പറഞ്ഞു. ഞാൻ 2 മിനിറ്റ് അങ്ങോട്ട് ഇരുന്നപ്പോൾ പുതിയ മാനേജരാകത്തിരിക്കുകയാണ്. ഞാൻ അന്ന് രാംനഗറിൽ നിന്ന് വന്ന അതേ ഷർട്ട് തന്നെ ആയിട്ടുകൊണ്ടിരുന്നതും. ആ ബാങ്ക് മാനേജർ എന്നെ കണ്ടപ്പോൾ അങ്ങ് എഴുന്നേറ്റു. എന്നോട് ചോദിച്ചു, ഇന്നലെ രാംനഗറിൽ നിന്ന് ബസ്സിൽ നിന്ന് വന്നപ്പം നീ തന്നെയായിരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ തന്നെയായിരുന്നു. നിന്നെ പുറകിൽ കൂടി ഇടിക്കാൻ വന്നത് ആരായിരുന്നു എനിക്കറിയാമോ? ഞാൻ പറഞ്ഞു അതെ. ആരാണ്? ഞാൻ ഇത്ര ശ്രദ്ധിച്ചില്ല, നല്ല അറിയോ? എന്നെ പറഞ്ഞു ഞാനായിരുന്നു നിന്നെ ഇടിക്കാൻ വന്നത്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം പറ, ഞങ്ങൾ നിന്നെ ഇറക്കി വിട്ടപ്പോൾ നീ ചിരിച്ചോണ്ട് ടാറ്റ കറഞ്ഞു. ഞങ്ങൾ വിചാരിച്ച് നീ കല്ലെടുത്ത് വണ്ടിക്ക് എറിയുമെന്നാണ് വിചാരിച്ചത്. നീ ചിരിച്ചോണ്ട് ടാറ്റ പറഞ്ഞ് അതെന്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയാതെ ചെയ്ത അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ കൈകൊണ്ട് എന്നെ ടാറ്റ പറഞ്ഞു. ഉടനെ ആൾ കൈകൂപ്പി എന്നോട് ക്ഷമിച്ചിട്ട് പറയാൻ, ഈ ദൈവത്തെ എനിക്കും വേണം. ഞാനൊന്നും പ്രസംഗിച്ചില്ലേ, എനിക്ക് യേശുവിനെ കുറിച്ച് അറിയണം. ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. എന്നിട്ട് എൻ്റെ അടുക്കൽ വന്ന് സുവിശേഷം കേൾപ്പാനും 1 വർഷം അദ്ദേഹം ആ ഗഡിയിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നവരെ 1 വർഷം തുടരെ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വരുമായിരുന്നു. സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ അല്പം ഭയമുണ്ടായി. അതുവരെ സ്നാനപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ പ്രസംഗമല്ല, ആ സ്വർഗരാജ്യം ഞാൻ അനുഭവിച്ചത് കൊണ്ട് എന്നെ ആ വഴിയിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അവർക്ക് ടാറ്റ. പിന്നെ 17 കിലോമീറ്റർ എനിക്ക് നടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ്, പ്രിയമുള്ളവരെ, ഇതാണ് ഞാൻ അനുഭവിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ആരുടെയെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് കേട്ട കഥയല്ല പറയുന്നത്. ഞാൻ ഭക്ഷിച്ച് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചതും നിങ്ങളോട് പറയുന്നു. അതുപോലെ ഞാൻ എൻ്റെ അനുഭവിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ആരോടും കടം വാങ്ങി അങ്ങനെ ആയിരിക്കും. അതിൻ്റെ രുചി എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾക്ക് കൃപ തരുവാൻ കഴിയുള്ളവൻ, പട്ടിണിയുടെ സമയത്ത് കൃപ തരുവാൻ കഴിയുള്ളവൻ. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, പണത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, വീടിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, പട്ടിണി മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ സാഹചര്യത്തിലും കർത്താവേ, ഈ സാഹചര്യത്തെ ജയിച്ച് വാഴുവാനുള്ള കൃപ എനിക്ക് പകരണമേ. അതികഠിനമായ രോഗം വരുമ്പോഴും കർത്താവേ കൃപ പകരണമേ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ രോഗക്കടക്ക തന്നെ മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാണ്, മറ്റുള്ള ആശ്വാസന്. 2 കൊരിന്ത്യർ 1:4 മുതൽ ഒന്ന് വായിച്ചാൽ, 2 കൊരിന്ത്യർ 1:4 മുതൽ വായിച്ചു. 2 കൊരിന്ത്യർ 1:4 മുതൽ വായിച്ചാൽ, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് യാതൊരു കഷ്ടങ്ങളിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. ഞങ്ങളുടെ കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ
ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങൾ പെരുകുന്നത് പോലെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾക്ക് പലപ്പോഴും രോഗം വരുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന് വേണ്ടിയാണ്. നാം രോഗത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളവരായി തീരുക. സ്തോത്രം. ഞാൻ ഒരു പ്രാവശ്യം തിരുവല്ലായിൽ വെച്ച് ഷാരോനിൽ ഉള്ളതായ ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നല്ലപോലെ ഓർക്കുന്നില്ല, അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്ന 2 ആൺമക്കളെയും എൻ്റെ കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹത്തെ ഒന്ന് സാം ജോർജും ഒന്ന് ഡാനിയൽ ജോർജും. അദ്ദേഹത്തെ ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് അവിടെ വേലയിൽ കർത്താവ് ചെയ്യുന്ന കർത്താവിന് നല്ല വേലക്കാരനായിരിക്കും. സാം ജോർജ് ജലന്ധർ കർത്താവിൻ്റെ വേല. അപ്പോൾ അദ്ദേഹം വളരെ രോഗിയായി കിടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ദാസൻ. വയറിങ്ങനെ വീർത്തിരിക്കുകയാണ്, അതികഠിന വേദനയും, മുഴുവൻ വയറിങ്ങനെ വീർത്തിരിക്കുകയാണ്. 7 മാസം ഞാൻ ആ കർത്താവിൻ്റെ ദാസന്റെ കട്ടിൻ്റെ മുൻപിൽ മുട്ടിക്കുത്തിയിരുന്ന് കർത്താവിനെ വളരെ സ്തുതിച്ചു. കർത്താവെ, വയറിങ്ങനെ മുഴുവൻ വീർത്തിരിക്കുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒടുവിൽ ആ കർത്താവിൻ്റെ ദാസൻ എന്നോ പറഞ്ഞു, എനിക്ക് 2 ആൺമക്കളേ ഉള്ളൂ. അവർ 2 പേരും കർത്താവിൻ്റെ വേലക്കാരെന്നാൽ അവർ ശരിയായ വേലക്കാരായില്ല. പ്രിയ സഹോദര, അവരെ കൊണ്ടുപോയി യഥാർത്ഥ വേലയിലാക്കണമെന്നൊരു അപേക്ഷ എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ പിന്നെ ആ 2 പേരെയും ആദ്യം ഒരാളെ ഡൽഹിയിൽ കൊണ്ടുപോയി, പിന്നെ മറ്റേ ആളിനെ. അവർ 2 പേരും വിവാഹിതരായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ വേലയിൽ വളരെ പ്രശോഭിച്ചു വരുന്നു. കർത്താവിന് സ്തോത്രം. ആ കർത്താവിൻ്റെ ദാസന് 7 മാസം വയറിങ്ങനെ വീർത്തെടുത്തിട്ട് ഒരു ഗുളിക കഴിക്കുകയോ ഒരു മരുന്ന് കഴിക്കുകയോ 7 മാസം സഹിച്ചല്ലോ. ഞാനിപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരുന്നത്. കർത്താവേ, ആ കർത്താവിൻ്റെ ദാസന് നീ എത്ര കൃപ പകർന്നു കൊടുത്തു, എത്ര കൃപ പകർന്നു കൊടുത്തു. എൻ്റെ ഭാര്യയുടെ വയറ് വീർത്തത് ആ കർത്താവിൻ്റെ ദാസൻ്റെ വീർത്ത വയറിനോട് നോക്കുമ്പോൾ ഒന്നുമില്ല. എൻ്റെ ഭാര്യയുടെ വയറ് നല്ലപോലെ വീർത്തിരുന്നു. എന്നാൽ ആ കർത്താവിൻ്റെ ദാസൻ്റെ ഇവിടം മുതൽ ഇങ്ങനെ മുഴുവൻ ഞാൻ തുണിയെല്ലാം മാറ്റി നോക്കിയതാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്കങ്ങനെ വന്നാൽ ഞാൻ കൃപയിൽ ആശ്രയിക്കുമോ, ഞാൻ ഭയപ്പെട്ടു പോകുമോ? സ്തോത്രം. എന്നാൽ ആ കർത്താവിൻ്റെ ദാസന്റെ മുഖം ദൈവ തേജസ് കൊണ്ട് തിളങ്ങുന്നത് എനിക്ക് കാണുവാൻ കൃപ ചെയ്തു. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ദാസന് കർത്താവ് കൃപ പകർന്നത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ക്ഷമിക്കണം. ആ ദൈവത്തിൻ്റെ ദാസന്റെ വയറിങ്ങനെ വീർത്ത് അതിവേദന ഇരിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവം കൃപ പകരുവാൻ മതിയായവനാണ്. ആകയാൽ ദൈവമക്കളെ, സ്വർഗരാജ്യം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവരെ, ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചാൽ ഈ ദൈവരാജ്യത്തിലിരിക്കുമ്പോൾ തന്നെ എപ്പോഴും സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉറവ പൊങ്ങിപ്പോകുന്നത് പോലെ സ്വർഗത്തിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കും. അതിന് കൃപ പ്രാപിക്കുക. ഭൗതിക സമൃദ്ധി എന്നുള്ളത് ദൈവവചനം അല്ല. ഭൗതിക സമൃദ്ധിയുടെ ഉപദേശം സാധാന്യമാണ്, ദൈവവചനത്തിൻ്റേത് അല്ലവേ അല്ല, സാധാന്യമാണ്. നാം എല്ലാം യാത്രക്കാരായി, പരദേശികളായി, അന്യരും പരദേശികളുമായി മുൻപോട്ട് പോകണം.